ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഇന്നൊരു തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മെയിനായിട്ടും വേണ്ടത് തക്കാളി, സവോള, ഒരു 3 വറ്റൽമുളകും, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പിലയും. ഇനി അതെല്ലാം അരിയാനുള്ളതെല്ലാം അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. മുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനായിരിക്കണം. വെളുത്തുള്ളി ഒത്തിരി കൂടി പോകരുത്, ചവർപ്പ് വരും അതിൻ്റെ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ആദ്യം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇടണം. അത് കഴിഞ്ഞ് സവാള ഇടുക. സവാള ഒരു പിങ്കിഷ് കളറായാൽ മതി, കാരണം കൂടുതൽ വഴണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര മധുരം വരും. അപ്പം നമുക്കത് വേണ്ടാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വന്നാൽ മതി. അതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക്, ഞാനിവിടെ പിരിയമുളകാണ് എടുത്തേക്കുന്നത്. കുഞ്ഞുള്ളത് കൊണ്ട് ഒത്തിരി എരിവ് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എരിവ് കുറച്ചിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ള എരിവിനനുസരിച്ചുള്ള മുളക് ഇടുക. പിന്നെ അതിനകത്തേക്ക് തക്കാളി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ തക്കാളി ചെറുതായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരണം. അങ്ങനെ വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തണുത്ത് കഴിയുമ്പോൾ അതൊരു ജാറിലേക്ക് മാറ്റാം. നിങ്ങൾക്കിപ്പോൾ ഭയങ്കര തിരക്കാണെങ്കിൽ ചൂടായിട്ട് 2 ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. അതല്ല സമയമുണ്ടെങ്കിൽ അത് തണുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് അല്പം മധുരവും കൂടെ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ചീനച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് ഒരു പിഞ്ച് ജീരകം ഇട്ടതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിനകത്തേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായ ഒരു പച്ചമുളക്, ഒരു മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒരു വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. അത് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കറിവേപ്പില, ഇത്രയും കൂടി ഒന്ന് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ്, തക്കാളിയും സവോളയൊക്കെ അരച്ച് വെക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇത്രയേ ഉള്ളൂ, തക്കാളി ചമ്മന്തി. നമ്മുടെ ചമ്മന്തി റെഡിയാണ്.